CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെ പ്രശംസിച്ച പോസ്റ്റിട്ട ദിവ്യ എസ് അയ്യർക്ക് വീഴ്ച പറ്റിയെന്ന് ശബരിനാഥൻ. രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സദുദ്ദേശപരമെങ്കിലും അതിൽ വീഴ്ചയുണ്ട്. സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം, പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ലെന്നും ശബരിനാഥൻ പറഞ്ഞു. നമുക്കൊപ്പം റോഷിപാൽ, ദിവ്യ എസ് അയ്യർക്കെതിരായ വിമർശനങ്ങൾ ശബരിനാഥനിലേക്കും എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ശബരിയുടെ ഈ വിശദീകരണം അതിലെന്തൊക്കെയാണ് പറയുന്നത്? സുജയ പാർവതി, ദിവ്യ എസ് അയ്യരുടെ ഈ അഭിനന്ദന കുറിപ്പിന് പിന്നാലെ അത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ രൂക്ഷമായ സൈബർ ആക്രമണത്തിലേക്ക് കടക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ശബരിനാഥന്റെ പിതാവ് ജി കാർത്തികേയൻ ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ശബരിനാഥൻ ഇങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ദിവ്യ എസ് അയ്യർ അത് സദുദ്ദേശപരമായാണ് ഇങ്ങനെ ഒരു അഭിനന്ദന കുറിപ്പ് പുറത്തുവിട്ടതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് തെറ്റായിപ്പോയി. പ്രത്യേകിച്ച് അതൊരു രാഷ്ട്രീയ നിയമനമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനം നേടിയ ഒരു ആളെ അഭിനന്ദിക്കുന്നത് തെറ്റാണ് എന്ന നിലപാടുണ്ട്. പക്ഷേ അത് സദുദ്ദേശപരമാണ്. അത് വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് KS ശബരിനാഥൻ, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ശബരിനാഥൻ ഇങ്ങനെ ഒരു കുറിപ്പുമായി രംഗത്തെത്തുന്നത്. കടുത്ത വിമർശനമാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പോൾ ഉയരുന്നത്. കോൺഗ്രസിൻ്റെ മുൻ KPCC അധ്യക്ഷനായ K മുരളീധരൻ അടക്കം ദിവ്യ എസ് അയ്യർക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മൗനം പാലിക്കുമ്പോഴും ചില ആളുകൾ ദിവ്യക്കെതിരെ വിമർശനം ശക്തമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നു. നേരത്തെ ജി കാർത്തികേയൻ്റെ ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഉയർത്തിയ വിമർശനമടക്കമാണ് ശബരിനാഥൻ ഇങ്ങനെയൊരു കുറിപ്പുമായി രംഗത്തെത്താൻ പ്രധാനപ്പെട്ട കാരണം. ഏതായാലും വിവാദം ആളിക്കത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദിവ്യ എസ് അയ്യരുടെ രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറിപ്പ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അത് KPCCയുടെ ഔദ്യോഗിക സൈബർ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന DMCയുടെ പ്രധാന ആളുകൾ ഉൾപ്പെടെ ഈ ദിവ്യ എസ് അയ്യർക്കെതിരെ വിമർശനവുമായി എത്തുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ പരസ്യമായി തന്നെ തള്ളിപ്പറയുന്നു. അങ്ങനെ തുടങ്ങിയ വിമർശനങ്ങൾ അത് അതിരുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ശബരിനാഥൻ രംഗത്തെത്തുന്നത്. ഏതായാലും ദിവ്യ എസ് അയ്യരെ വിമർശിക്കുന്നതൊപ്പം തന്നെ അത് സദുദ്ദേശപരമാണെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ് വന്നത്. കാരണം രാഷ്ട്രീയമായി ശബരിനാഥനെതിരെയുള്ള ഒരു ആയുധമാക്കി ചിലരെങ്കിലും അത് മാറ്റുന്ന ഒരു പശ്ചാത്തലം കൂടിയുടെ ശബരിനാഥൻ്റെ ഈ വിശദീകരണ കുറിപ്പിന്. സുജയ, ഇക്കാര്യത്തിൽ ശബരിനാഥന്റെ ഒരു വിശദീകരണ കുറിപ്പ് അത് പാർട്ടിയിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണോ റോഷിപാൽ? സുജയ, പാർട്ടിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിലല്ല അങ്ങനെ ചെയ്തത് എന്നാണ് ശബരിനാഥനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ അത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു എന്നാണ് ശബരിനാഥൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പിതാവ് കാർത്തികേയനെ ഉൾപ്പെടെ വലിച്ചടിച്ച് പലരും അത് വല്ലാതെ ഉപയോഗിക്കുന്നു. രാഷ്ട്രീയമായി തനിക്കെതിരെ ഒരായുധമായി ഉപയോഗിക്കുന്നു. അത് ഒരുപക്ഷെ പാർട്ടിക്കകത്ത് തന്നെ അങ്ങനെ ഒരു വിമർശനം വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് സ്വമേധയാ ഇങ്ങനെ ഒരു കുറിപ്പുമായി ശബരിനാഥൻ രംഗത്തെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിൽ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും K മുരളീധരൻ മുൻ KPCC അധ്യക്ഷന് വിമർശനമടക്കം അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കിയെന്നാണ് ശബരിനാഥൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കുറിപ്പുമായി രംഗത്ത് വരുന്നത്. ഇതോടെയെങ്കിലും വിവാദം അവസാനിക്കുമെന്ന പ്രതീക്ഷ കൂടി ശബരിനാഥൻ പങ്കുവയ്ക്കുന്നുണ്ട്. സുജയ.